നമസ്കാരം. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് ദെയ്തിലാണ്. ദെയ്തിലെ ഫസ്റ്റ് ചോയ്സ് ബിൽഡിംഗ് മെറ്റീരിയലിന്റെ ഉടമ ശ്രീ ഷാനിബ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീ ഷാനിബ്, നമസ്കാരം. നമസ്കാരം. താങ്കൾ യു എയിൽ വന്നിട്ട് എത്ര വർഷമായി? 19 വർഷമായി. ഈ 19 വർഷവും ബിസിനസ് ആയിരുന്നോ അതോ ജോലി സംബന്ധമായിട്ടാണോ ആദ്യത്തെ യു എയിലേക്കുള്ള വരവ്? 9 വർഷത്തോളം ജോലി സംബന്ധമായിട്ടും ലാസ്റ്റ് 10 ഇയേഴ്സ് ബിസിനസ്സാണ്. എന്തായിരുന്നു ജോലി ഇവിടെ ചെയ്തിരുന്നത്? സെയിൽസിലായിരുന്നു. ഏത് കമ്പനിയിലായിരുന്നു? ദുബായിലൊരു ജുനൈദ് ട്രേഡിംഗ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ അൽ-അഹ്ലി ജനറൽ ട്രേഡിങ്ങിൽ ഫുജറയെ ബേസ് ചെയ്തിട്ടുള്ള. അതിനു മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു താജ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സിൻ്റെ അക്കൗണ്ട്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ജോലിയിൽ നിന്നും പിന്നെ ബിസിനസ്സിലോട്ട് മാറുന്ന സമയത്ത് രണ്ടിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ജോലി ചെയ്യുന്ന സമയത്തും സ്വന്തം ബിസിനസ് പോലെ തന്നെ അത് കൺസിഡർ ചെയ്തിട്ട് സ്വന്തം സ്ഥാപനം പോലെ തന്നെ അതിൻ്റെ എല്ലാ റിസ്ക്കും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റവും അനുഭവപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ചോയ്സ് എന്ന പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ചോയ്സ് എന്ന പേര് സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഖുറാനിലൊരു ഫസ്റ്റ് ടു അപ്പോളജൈസ് ഈസ് ദ ബ്രേവസ്റ്റ് ആൻഡ് ഫസ്റ്റ് ടു ഫോർഗീവ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, ഫസ്റ്റ് ടു ഫോർഗെറ്റ് ഈസ് ദ ഹാപ്പിയസ്റ്റ് എന്ന അർത്ഥം വരുന്ന റസൂലിൻ്റെ ഒരു വാക്കുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഫസ്റ്റ് ഈസ് മൈ ചോയ്സ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ചോയ്സ് എന്ന് പേരെടുത്തത്. ഈ ഫസ്റ്റ് ചോയ്സ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്തൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ പ്ലംബിംഗ് സാനിറ്ററി മെറ്റീരിയൽസ് ഓൾ ഓവർ UAE ട്രേഡേഴ്സ് സപ്ലൈ ആണ്. എസ്പെഷ്യലി ഇൻ നോർത്തേൺ എമിറേറ്റ്സ് ലൈക്ക് റാസൽ ഖൈമ, ഫുജൈറ, കോർഫക്കാൻ ആൻഡ് അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഷാർജ, ദുബായ് എക്സെപ്റ്റ് അബുദാബി ആൻഡ് അലൈൻ. ഓൾമോസ്റ്റ് ഓൾ ട്രേഡേഴ്സ് ആസ് അവർ കസ്റ്റമേഴ്സ്. ഇവിടുത്തെ പ്രൊഡക്ട്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങൾ എല്ലാവിധ പൈപ്പ് ആൻഡ് ഫിറ്റിങ്സും പിന്നെ ബാത്റൂം ഫിറ്റിങ്സ്, മിക്സേഴ്സ്, വാട്ടർ ഹീറ്റേഴ്സ്, വാട്ടർ പമ്പ്സ്, ഓൾ കൈൻഡ് ഓഫ് പൈപ്പ് ആൻഡ് ഫിറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PPR, UPVC, PVC, ഹൈ പ്രഷർ പൈപ്പ്സ്, പിന്നെ GI പൈപ്പ്സ്, കോപ്പർ പൈപ്പ്സ്, എല്ലാ പൈപ്പ്സും ഫിറ്റിങ്സും നമ്മുടെ പ്രൊഡക്റ്റ് റേഞ്ചിൽ വരുന്നതാണ്. ഒരുപാട് ഐറ്റംസിൻ്റെ ഏജൻസിയും ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഓൺ ബ്രാൻഡിലും ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ പ്രൊഡക്റ്റ്, എവിടെ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ്? ഇമ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്ന് അക്കോത്തം PPR ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വാട്ടർ ഹീറ്റർ വരുന്നത് മസ്കറ്റിൽ നിന്നാണ്. ഹോട്ട് ചോയ്സ് വാട്ടർ ഹീറ്റേഴ്സ് മസ്കറ്റിൽ നിന്ന് വരുന്നു. പിന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സ് അക്വ ചോയ്സ്, ആംഗിൾ വാൾസും ഷത്താഫും SS ട്രെയിനേഴ്സും എല്ലാം മോസ്റ്റ്ലി ചൈനയിൽ നിന്നാണ്. ചൈന പ്രൊഡക്ട്സ് ആണ്. മോസ്റ്റ് ഓഫ് ഈ ഫീൽഡിൽ തന്നെയുള്ള ഒരു ലൈൻ ഷെയർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്. ചൈനയിൽ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ മാൻഹോൾ കവറും സെറാമിക് ഐറ്റംസും, ഗുജറാത്തിൽ നിന്ന് സെറാമിക് ഐറ്റംസ് വരുന്നുണ്ട്. കൽക്കട്ടയിൽ നിന്ന് മാൻഹോൾ കവേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. UAE അല്ലാതെ മറ്റെവിടെയെങ്കിലും
മസ്കറ്റ് ബേസ് ചെയ്തിട്ട് ഓൾ ഓവർ ഒമാൻ ദ സെയിം മോഡ് ഓഫ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒമാനിലെ കമ്പനിയുടെ പേര് ഫാർ ഈസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഒമാനിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒമാനിൽ ലാസ്റ്റ് 5 years ആയി. അവിടുത്തെ ബിസിനസ് എങ്ങനെ പോകുന്നു? അവിടെ ഇവിടെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ ബിസിനസ് രംഗത്ത്? ബിസിനസ്സിൽ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി കുറവ് ഹെൽത്തി കോമ്പറ്റീഷൻ ഒമാനിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UAE-നെക്കാട്ടിയും മോർ പ്രോഫിറ്റബിൾ ഒമാനാണ്. പക്ഷേ പൊട്ടൻഷ്യൽ കൂടുതൽ, വോളിയം കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് UAE-ലാണ്. UAE-ൽ ആ കോമ്പറ്റീഷനെ കുറിച്ച് എങ്ങനെ പറയാമോ? അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നു? അതൊരു ഹെൽത്തി ലെവലിലേക്ക് കൊണ്ടുപോകണ്ടേ? അതെ, കോമ്പറ്റീഷൻ എപ്പോഴും ഹെൽത്തി ലെവലിൽ കൊണ്ടുപോകുന്നതിനാണ് ബുദ്ധിമുട്ട്. പലപ്പോഴും അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ നമ്മൾ പല സാധനങ്ങളും ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് PPR അക്കോത്രമാണ്. മെയ്ഡ് ഇൻ ജർമ്മനിയുടെ PPR അക്കോത്രമാണ്. അതിൻ്റെ ഇവിടുത്തെ ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഫസ്റ്റ് ചോയ്സ്. പിന്നെ റാസൽഹൈമിയുടെ റാക്തം PPR. പിന്നെ ഞങ്ങളുടേതായിട്ട് തന്നെ ഒരുപാട് ഓൺ ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്ററിൽ ഹോട്ട് ചോയ്സ്, പിന്നെ പ്രഷർ കിറ്റ് ചോയ്സ്, ഒരുപാട് സ്വന്തം ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ശ്രീ ഷാനിബ്, താങ്കൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് 10 വർഷമായി. ഇപ്പോൾ ഒമാനിലുണ്ട്, അതുപോലെ തന്നെ UAE-ലും നല്ല രീതിയിൽ തന്നെ ബിസിനസ് കൊണ്ടുപോവുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ബിസിനസ്സിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായും ആദ്യം എനിക്ക് പറയേണ്ടത് എൻ്റെ ബിസിനസ് പാർട്ണർ മിസ്റ്റർ അബ്ദുൾ റസാഖിനെ കുറിച്ചാണ്. റസാഖ് എനിക്കൊരു പാർട്ണർ മാത്രമല്ല, എനിക്കില്ലാതെ പോയിട്ടുള്ള എൻ്റെ ഒരു വലിയ ജേഷ്ഠ സഹോദരനും കൂടിയാണ്. പുള്ളിക്ക് സ്വന്തമായിട്ട് കൽബയിൽ 2 വലിയ റീറ്റെയിൽ ബിസിനസ് സംരംഭങ്ങളുണ്ട്. അതിൻ്റെ പേര് അലനീസ് ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് LLC എന്നാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് പുള്ളിയുടെ വീട്. ഞങ്ങൾ 2007 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 പേരുമായിട്ട് തുടങ്ങിയതാണ് സ്ഥാപനം. എൻ്റെ ഒരു വൈഫിൻ്റെ കസിൻ ബ്രദർ മുഹമ്മദ് റിയാസാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാഫ്. പുള്ളി ഞാനും മാത്രമായിട്ട് തുടങ്ങി. ഇന്ന് 4 സ്ഥാപനങ്ങൾ മൊത്തമായിട്ട് സ്വന്തമായിട്ട് 4 സ്ഥാപനങ്ങളും ഒരുപാട് സ്റ്റാഫുകളുമായി മാറി. എല്ലാ വർഷവും 2 digit ഗ്രോത്ത് ഞങ്ങൾ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ട് എല്ലാ വർഷവും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്ത് അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക് ആണ്, മീൻസ് വളരെ ബുദ്ധിമുട്ടാണ് അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം രീതികൾ അവലംബിക്കാറുണ്ട്? ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് മൊത്തം സ്റ്റാഫുകളും ഇവിടെ ഒരു സ്റ്റാഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു വേർതിരിവില്ലാതെ അതിൻ്റെ ഒരു ടീം വർക്കായിട്ട് ഒരു ഫുട്ബോൾ ടീം പോലെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ വിസിൽസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊസ് ദ മാനേജർ അല്ലെങ്കിൽ ഊസ് ദ ഡയറക്ടർ എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെയുള്ള ഒന്നിച്ചിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് ഈച്ച് ആൻഡ് എവറി ഇയറിലുള്ള ഗ്രോത്ത്. അപ്പോൾ അതുപോലെ മറ്റ് ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചൊന്ന് പറയാമോ? സ്റ്റാഫുകളും മലയാളികൾ തന്നെയാണോ അതോ അന്യരാജ്യക്കാരുണ്ടോ? സ്റ്റാഫുകളിൽ മലയാളികൾ തന്നെയാണ് മോർ ദാൻ 70%. പിന്നെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശുകളിൽ നിന്നും കുറച്ച് ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റി നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ റിലേറ്റീവ്സും എല്ലാം തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ സെയിൽസ് മാനേജ് ചെയ്യുന്നത് എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയായിട്ടുള്ള ജെൻസിൽ എന്ന് പറയുന്ന ആളാണ്. എത്ര സ്റ്റാഫുകളുണ്ട്? മൊത്തത്തിൽ 55 സ്റ്റാഫുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അത് ഇനി വരുന്ന വർഷങ്ങളിൽ ചില ഡെവലപ്മെൻറ്റുകളും ചില ഗ്രോത്തുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ സ്വദേശം എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ നിറമരുതൂരാണ് എൻ്റെ വീട്. പാരൻസിനെ കുറിച്ചൊന്ന് പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ പാരൻസിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. പാരൻസ്, എൻ്റെ ഉപ്പ മുസ്തഫ കമാൽ നാട്ടിലൊരു ബിസിനസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു റെസ്റ്റ് മൂഡിലാണ്.
പിന്നെ ഉമ്മ റാബിയ CMC, നാട്ടിൽ തന്നെ തിരുവനന്തപുരത്ത്, രണ്ടുപേരും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഉപ്പ ബിസിനസ്സായിരുന്നു, ട്രാവൽസ് ഫീൽഡിലുള്ള ബിസിനസ്സായിരുന്നു, ട്രാവൽ ഏജൻ്റ് ആയിരുന്നു. മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തുമായിട്ട് 10-15ഓളം ട്രാവൽസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പിന്നെ കൊളാപ്സായി, ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു ബിസിനസ്സുകൾ. അപ്പോൾ ഉപ്പയിൽ നിന്ന് നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ബിസിനസ് കൊളാപ്സ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പായിൽ നിന്ന് എങ്ങനെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ആ ബിസിനസ്സിന് പരാജയങ്ങൾ വന്നതെന്നും പഠിച്ചത് ഉപ്പായിൽ നിന്നാണ്. ഒരു ബിസിനസ് എങ്ങനെയാണ് സക്സസ്ഫുള്ളി വർഷങ്ങളോളം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 10-18 വർഷത്തോളം സക്സസ്ഫുള്ളി ബിസിനസ് നടത്തി ഒരു 10-18ഓളം സ്ഥാപനങ്ങൾ നടത്തിയിരുന്നത് എങ്ങനെയെന്നും അത് നഷ്ടപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും രണ്ടും പഠിക്കുന്നത് ഉപ്പായിൽ നിന്നാണ്. മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി, അത് പ്രായത്തിന് താഴ്ന്നവരെ, പ്രായത്തിന് കൂടിയവരെ നോർമൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രായത്തിന് താഴ്ന്നവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി, മറ്റുള്ളവരോടുള്ള എല്ലാവരോടും സ്നേഹവും ഇതും കാണിക്കുന്ന ക്വാളിറ്റി തുടങ്ങിയെല്ലാം ഉപ്പയിൽ നിന്ന് പഠിച്ചതാണ്. പിന്നെ ഉപ്പയിൽ നിന്ന് മനസ്സിലാക്കിയത്, പഠിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ക്ഷമയുടെ ഒരു കാര്യമാണ്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് ലാഭമുണ്ടെങ്കിൽ ക്ഷമിക്കുകയും നമുക്ക് ക്ഷമിക്കുമോ എന്നുള്ള വിചാരം കൊണ്ട് ക്ഷമിക്കുന്നതിന് പുറമെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കൂട്ടാതെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത സമയത്ത്, നമുക്ക് ഒരു നേട്ടമില്ലാത്ത സമയത്ത് നമ്മൾ ക്ഷമിക്കുന്നതിനാണ് ക്ഷമ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഖുർആനിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നല്ലാഹു മഅശ്ശാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു എന്നാണ്. അതുമാത്രമല്ല, ക്ഷമ ഇസ്ലാമിൻ്റെ പകുതിയാണെന്നാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്കാണ് ക്ഷമ. പക്ഷേ ഈ ക്ഷമ ഞാൻ അതിനെപ്പറ്റി വിശദീകരിച്ച് നോക്കി അതിനെപ്പറ്റി ഒരുപാട് വായനയിൽ നിന്ന്, ഒരുപാട് പേരുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയപ്പം പലരും ക്ഷമിക്കുന്നത് അവർക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ക്ഷമിക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടോ ക്ഷമ. അതിനപ്പുറമായിട്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നുണ്ടെങ്കിലും നമുക്ക് നേടാനൊന്നുമില്ലാത്ത സമയത്തും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനസ്സമാധാനമായിരിക്കും. പക്ഷെ അത് ഈ പറയുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സല്ല. എനിക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വർഷങ്ങളെടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഉപ്പയിൽ നിന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഉപ്പയുടെ മറ്റുള്ളവരുടെ മുകളിലുള്ള കണ്ണടച്ച ബ്ലൈൻഡ് ബിലീഫ്സ് ആയിരുന്നു. അതിനെപ്പറ്റി ഞാൻ നോക്കിയപ്പോൾ വിശ്വസിക്കണം, ബിസിനസ്സിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വിശ്വാസം നിർബന്ധമാണ്. പക്ഷേ കണ്ണ് തുറന്നിട്ടുള്ള വിശ്വാസമായിരിക്കണം. ബ്ലൈൻഡ് ബിലീഫ് നമുക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റും. കണ്ണ് തുറന്ന് ഉറച്ച് വിശ്വസിക്കുന്നതാണ്. ഈ രണ്ട് തെറ്റുകളാണ് എൻ്റെ ഉപ്പയിൽ നിന്ന് ഞാൻ ആവർത്തിക്കരുത്, എൻ്റെ ബിസിനസ്സിൽ വരരുതെന്ന് ഞാൻ പഠിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഉപ്പയിൽ നിന്ന് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ഡീൽ ചെയ്യാനും സംസാരിക്കാനും ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉപ്പയിൽ നിന്ന് പഠിച്ചു. അതിനൊരു കാരണമുണ്ട്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കലക്ടർ ആവണമെന്നുള്ള ഒരു ആഗ്രഹമായിട്ട് IAS പഠിക്കാൻ ഉള്ളൊരു ട്രെയിനിങ് കോച്ചിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് IAS ട്രെയിനിങ് സെൻറ്ററുമായി ചേർന്ന് അവിടെ ഒരുപാട് അന്ന് അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്ന അമിതാഭ് കാന്ത്, MP വീരേന്ദ്രകുമാർ ഒരുപാട് പേരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും റെഗുലറായിട്ട് അവരുടെ എല്ലാം ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ ഇംഗ്ലീഷ് വിഭാഗം ഹെഡായിരുന്ന മുബാറക് പാഷ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് കോളേജുകളിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കോളേജുകളിൽ നിന്നും 2-3 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള എല്ലാ കോളേജുകളിൽ നിന്നും 2 കുട്ടികളെ വീതം കോച്ചിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിട്ട്, താല്പര്യമുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് IASൻ്റെ കോച്ചിങ് IASന് ഇൻറ്റൻസീവ് IAS കോച്ചിങ് നൽകുന്ന ഒരു കോഴ്സിന് വേണ്ടി ചേർത്താൻ വേണ്ടി ഇൻ്റർവ്യൂവിൽ ഫറൂഖ് സാറ് ചോദിച്ചപ്പോൾ വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ട്രാവൽ ഏജൻ്റാണെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നോട് ട്രാവൽസിൻ്റെ പല കാര്യങ്ങൾ, ട്രാവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എത്ര ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ഉണ്ട്, എത്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലുണ്ട്, ലുഫ്താൻസയുടെ അതിൽ പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അന്ന്
അപ്പോൾ എന്നോട് സാറ് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഒരു നാടിനെ അറിയാൻ പോകുന്നത്, നാടിനെ സേവിക്കാൻ പോകുന്നത്? അപ്പോൾ സ്വന്തം ഫാദർ എന്തെന്നും ഒന്നും പഠിക്കണം. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാൻ എന്ന് പറഞ്ഞ ആ ഒരു അറിവിൽ നിന്ന് ഞാൻ ഉപ്പയെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പോസിറ്റീവിനെ അഡോപ്റ്റ് ചെയ്യുകയും നെഗറ്റീവിനെ തള്ളിക്കളഞ്ഞ് അതിനെ മോഡിഫൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ റബിയ ഒരു എന്താ പറയുക, ഒരു വലിയ കുടുംബത്തിൽ ചേക്കുമരക്കാരകത്ത് ചാത്തേരി കുടുംബത്തിലുള്ള ഒരു ഇതാണ്. ഉമ്മ നമ്മുടെ എന്താ പറയുക എല്ലാമാണ്. ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഈ കാണുന്ന എന്ത് നേട്ടങ്ങൾ എപ്പോഴെങ്കിലും എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഉമ്മയുടെ എല്ലാ സമയത്തുള്ള സദാസമയവും ഉമ്മയുടെ പ്രാർത്ഥന. പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഈ പറയുന്ന പോലെ തന്നെ മറ്റുള്ള അനുകമ്പ, മറ്റുള്ളവരോടുള്ള താഴ്ന്ന ബുദ്ധിമുട്ടുന്നവരോടുള്ള അനുകമ്പ, ഇതിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അറിയാതെ പകർന്നു കിട്ടിയ ക്വാളിറ്റീസാണ്. ബുക്സൊക്കെ വായിക്കാറുണ്ടോ? ബുക്സുകൾ ഒരുപാട് വായിക്കാറുണ്ട്. ഇപ്പോൾ വായനകൾ വളരെ കുറഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്, കാരണം തിരക്കായത് കാരണം കൊണ്ട്. മുന്നേ പഠിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ തിരൂർ ആണ് എൻ്റെ നാട്, തിരൂർ നിറമരുത്തൂർ. തിരൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരൂർ ലൈബ്രറിയിലെ ബുക്കുകൾ മതിയാവാഞ്ഞിട്ട് കോഴിക്കോട് ലൈബ്രറിയിൽ, കോർപ്പറേഷൻ ലൈബ്രറിയിൽ മുനിസിപ്പൽ കൗൺസിലറുടെ പ്രത്യേക പെർമിഷനോടെ മെമ്പർഷിപ്പ് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നതാണ് ഒരു കാലത്ത്. വായനയ്ക്ക് അത്രമാത്രം സമയം കണ്ടെത്തിയിരുന്നു. വായന കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിലും എല്ലാത്തിലും വായന എന്നെ സംബന്ധിച്ചോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കളുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയുമ്പോൾ, വൈഫ് അതുപോലെ തന്നെ കുട്ടികൾ? 3 കുട്ടികളാണുള്ളത്. ഭാര്യ ഹസീന, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഉണ്ണിയാൽ ബീച്ച് റോഡിലാണ് വൈഫ് ഹൗസ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ആവുന്നത്. അവരുടെയും ഈ പിന്നിൽ ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവും, എന്താ പറയുക, ഒരു സ്ത്രീയുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ പിന്നിലുള്ള 2 സപ്പോർട്ടുകൾ, ഒന്ന് ഭാര്യയും ഒന്ന് ഉമ്മയാണ്. വൈഫിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എപ്പോൾ വരുന്നു, എപ്പോൾ പോവും തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന ഒരു വലിയ സപ്പോർട്ട്. അത് ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന വലിയ സപ്പോർട്ടാണ്. അതിൻ്റെ പുറമെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യങ്ങളിൽ ഞാനൊരു ഇടപെടലും നടത്താറില്ല. എല്ലാം വൈഫ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ എത്രല്ല പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടാണ് പറയാറ്. അത് അല്ലെങ്കിൽ വൈഫിനോട് ചോദിക്കാറാണ്. മൂത്ത മകന് 5th പഠിക്കുന്നു. മൂത്ത മകൻ്റെ പേര് റിഷാൽ ഷാനിബ്. രണ്ടാമത്തത് മകള് റഷ ഷാനിബ്. റഷ 2nd പഠിക്കുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കുട്ടി റിംഷ ആയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ബ്രദേഴ്സിനെ കുറിച്ച് പറയാമോ? എനിക്ക് ഒരു മൂത്ത സിസ്റ്ററും 2 താഴെ ബ്രദേഴ്സുമാണുള്ളത്. സിസ്റ്റർ നാട്ടിലുണ്ട്, ഷാജിദ അഷ്റഫ്. സിസ്റ്ററുടെ ഭർത്താവ് അലീനുമായി ഞാൻ പുതിയ തുടങ്ങാൻ പോകും. ഈ അടുത്ത മാസം ഫുജറയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തുടങ്ങാൻ പോകുന്ന ഒരു ഗ്ലാസ് ആൻഡ് അലുമിനിയം കമ്പനിയുണ്ട്, 4 സ്റ്റാർ ഗ്ലാസ് ആൻഡ് അലുമിനിയം. പിന്നെ 2 അനിയന്മാരാണുള്ളത്. അവരെന്ത് ചെയ്യുന്നു? ഒരനിയന് നേരെ താഴെയുള്ള അനിയൻ്റെ പേര് ഷബീർ കമാൽ.
ഷബീർ ദുബായിൽ JLTയിൽ കോംപ്യൂമൈ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു IT കമ്പനി നടത്തുന്നു. അവരുടെ ടോട്ടൽ IT സൊല്യൂഷൻസ് ആണ്. ബർദുബായിൽ ഒരു കോംപ്യൂകോം ടെക്നോളജീസ് എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങൾ ബിസിനസ്സിൽ തന്നെയാണ്. രണ്ടാമത്തെ ബ്രദർ ഷഹീൽ കമാൽ, അവനൊരു ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറാണ്. സൗദിയിൽ മക്കത്ത് കാബേഡ് എക്സ്പാൻഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ദെയ്ദ് UAE ഒരു ഗ്രാമപ്രദേശമാണ്. പിന്നെ പഴയ കാലത്ത് തൊട്ടേ ദെയ്ദ് ഫുജറക്കും ഫുജറയിൽ നിന്ന് ഷാർജയിലോട്ടും ദുബായിലോട്ടും ദുബായിൽ നിന്ന് ഫുജറയിലോട്ടും പോകുന്നവർക്കുള്ള ഒരു ഇടത്താവളമായിരുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ദെയ്ദ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയ്ദ് ഒരു വെരി ഐഡിയൽ ലൊക്കേഷനാണ്. ദെയ്ദിൽ നിന്ന് UAEയിലുള്ള 6 എമിറേറ്റ്സിലോട്ടുള്ള ദൂരം സെയിമാണ്. ഫുജൈറ, മുൽഖോയിൻ, റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, ദുബായ്. ഈ 6 എമിറേറ്റ്സിലോട്ട് എക്സെപ്റ്റ് അബുദാബി 6 എമിറേറ്റ്സിലോട്ടും ദെയ്ദിൽ നിന്നുള്ള ദൂരം 60 കിലോമീറ്റേഴ്സാണ്. 60 to 65 കിലോമീറ്റേഴ്സാണ്. ഈ 6 എമിറേറ്റ്സിലോട്ടും ഇവിടുന്ന് എത്തപ്പെടാനുള്ള സമയം ഓൾമോസ്റ്റ് 40-45 മിനിറ്റ്സാണ്. ആ ഒരു ഐഡിയൽ ലൊക്കേഷനാണ് ഈ ദെയ്ദ് താവളം ഉറപ്പിക്കാൻ കാരണം. പിന്നെ റഷ് ടോട്ടൽ ഒരു ബിസി മോഡെല്ലാം വളരെ പീസ് ഓഫ് മൈൻഡാണ്. ഒരു ഗ്രാമത്തിൽ നമ്മളൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് ആ ഒരു അന്തരീക്ഷം ദെയ്ദിൽ നിന്നും കിട്ടുന്നുണ്ട്. താങ്കൾ ഒരുപാട് ബിസിനസ്സിൽ ഒരുപാട് ഇപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് മറ്റ് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താണ് പ്ലാൻ? ഇനി നിലവിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനൊപ്പം തന്നെ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെയും പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ എല്ലാ സ്റ്റാഫിൻ്റെയും പേരിൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളത് ഒരു പ്ലാനുണ്ട്. അത് വളരെ നല്ലൊരു പ്ലാൻ ആണല്ലോ. അതിനുള്ള കാരണം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കിട്ടണം. അത് ഇവിടെ നിന്ന് അവർക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ അവരുടെ കുടുംബത്തിന് എന്നും ഇവിടെ നിന്ന് ഒരു സോളിഡ് ഇൻകം ഉണ്ടാവണം എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു പെർമനൻ്റായിട്ട് എന്തെങ്കിലും റെസ്റ്റ് എടുക്കേണ്ട മൂഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെൻഷൻ എന്ന പോലെ ഇവിടെ നിന്ന് ഒരു റെഗുലർ ഇൻകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സാലറി പ്ലസ് ഒരു പ്രോഫിറ്റ്, ഈ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ പ്ലാനിലുണ്ട്. അപ്പോൾ അധികം താമസിയാതെ എൻ്റെ സ്റ്റാഫുകളെല്ലാവരും പാർട്ട്നേഴ്സായിട്ടുള്ള ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്തു. വളരെ നല്ലൊരു ചിന്താഗതിയാണ് താങ്കളുടെ. എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ. ജീവിതം സഫലമായി എന്ന് തോന്നുന്നുണ്ടോ? ജീവിതം സഫലമായി എന്ന് തോന്നുന്നില്ല. കാരണം കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഒരു ആഗ്രഹം മനസ്സിൽ രൂപമുണ്ടായിരുന്നു. അതിന് കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് PSMO കോളേജ് തിരുരങ്ങാടിയിലാണ്. ഒരു എത്തിങ്കാനയുടെ കീഴിലുള്ള ഒരു കോളേജാണ് ഞങ്ങളുടെ PSMO കോളേജ്. 91-96 കാലഘട്ടത്തിൽ ഡിഗ്രി പൂർത്തീകരിക്കുന്നത് അവിടെ നിന്നാണ്. ഈ ഒരു കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കാതെ കഴിഞ്ഞ 50 വർഷത്തോളമായിട്ട് പൊക്കർ സാഹിബിനെ പോലെയും MK ഹാജിയെ പോലെ തുടങ്ങിയ ഒരുപാട് വലിയ മഹാമനസ്കരുടെ നേതൃത്വത്തിൽ തുടങ്ങുകയും ഇന്ന് എൻ്റെ സ്വന്തം MK ബാവാക്കയുടെ കൈകളിൽ അത് സുരക്ഷിതമായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അതിനൊരു കച്ചവട ലക്ഷ്യത്തിലോട്ട് പോവാതെ ഒരു എത്തിങ്കാനയുടെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ആശയമുണ്ടായിരുന്നു. ഒരുപാട് വളർന്ന് പഠിച്ചു കഴിഞ്ഞ് വളർന്ന് ഒരു ബിസിനസ് തുടങ്ങി ഒരുപാട് കാശ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് വലുതായി കഴിഞ്ഞ് ഒരുപാട് കാശുണ്ടാക്കി ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണമെന്നുള്ളത് വർഷങ്ങളായിട്ട്
എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ആഫ്റ്റർ എ ടൈം. അതിനും ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ഒരു ടാർഗറ്റ് തന്നെ തിരൂരിൽ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതെൻ്റെ ഉപ്പയുടെ ഉമ്മയുടെയും പേരിൽ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഉപ്പാനെ കൊണ്ട് മാനേജ് ചെയ്തിട്ട് ഒരു റാബിയ കമാൽ ഫൗണ്ടേഷൻ എന്നുള്ളൊരു ചാരിറ്റി ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നും ഒരു വിത്തിൻ ഒരു 5-10 ഇയേഴ്സിൻ്റെ അത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്രയും നല്ലത്. അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. ഈ ഒരു യാത്രയുടെ സഫലീകരണമാവാത്തത് അതായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ലെവലിൽ ചെയ്യുന്നതിനെ ഒരു ക്രോഡീകരിച്ച് ഒരു വ്യക്തമായ ലെവലിൽ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതിലോട്ട് ഉള്ള യാത്രയിലാണ്. ശ്രീ ഷാനിബ്, താങ്കളുടെ വിലപ്പെട്ട സമയം ദർശന ടീമുമായി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം. നന്ദി.